1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. അതായത് 16/12/2025 മുതൽ 14/1/2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. ഈ ഒരു വർഷ കാലയളവിൽ വരുന്ന മാസത്തിന് ഓരോ മാസമായിട്ട് പ്രത്യേകിച്ച് വേർതിരിച്ചാണ് പറയുന്നത്. ധനുമാസത്തെയാണ് ആദ്യം പറയുന്നത്. സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, അതായത് അതിൻ്റെ കടമ്പകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം നിയമന ഉത്തരവ് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കരാറുകൾ എടുത്ത് അടങ്കൽ ജോലികളൊക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി അതൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് ഈ മാസം എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് ജോലി തുടങ്ങാൻ സാധിക്കും. അതുപോലെ പല കാര്യങ്ങളിലും വിജയം ലഭിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയം ലഭിക്കാം. അതുപോലെ ഭാര്യാപുത്ര സുഖം, കുടുംബസുഖം ലഭിക്കാം. ബന്ധുക്കളുടെയും ഉറ്റമിത്രങ്ങളുടെയും സഹകരണങ്ങൾ ലഭിക്കാം. എല്ലാവരും നിങ്ങളെ സഹായിക്കും. നാൽക്കാലികളെ വളർത്തി ഉപജീവനം കഴിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കും അതിൻ്റെ ലാഭം പ്രതീക്ഷിക്കാം. പല രീതിയിലുള്ള പാഴ്ചിലവുകൾ വരാം. അത് നിയന്ത്രിച്ചാൽ ധനലാഭം ധാരാളം ഉണ്ടാകാം. അതുപോലെ ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. രക്തത്തിൽ അണുക്കളുടെ കൂടുതൽ മൂലം, അണുബാധ മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാം. അടുത്ത മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. അതുപോലെ ഉറ്റ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാം. ധനലാഭം പല വഴികളിൽ കൂടി പ്രതീക്ഷിക്കാം. വലിയ വിരുന്നു സൽക്കാരങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. അതുവഴി ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. വേണ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ നടക്കാതിരുന്ന ഒരു ട്രിപ്പ് നിങ്ങൾക്ക്, അത് ഹണിമൂണാകാം അല്ലാതെയാകാം, ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇത്തവണ നിങ്ങൾക്ക് അതിന് പോകാൻ സാധിക്കും. ഒരു ടൂർ പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ ശത്രുക്കളുടെ ശല്യം കുറയാം. പിന്നെ ചില സമയം എല്ലാം ഉണ്ടായാലും അനുഭവിക്കാനില്ലാത്ത ഒരു യോഗം വരും. അത് ഈ മാസത്തെ ഒരു കുഴപ്പമാണ്. അതങ്ങ് മാറിക്കിട്ടും. പിന്നെ നാൽക്കാലികളെ കൊണ്ട് ഉള്ള വ്യാപാരം നടത്തുന്നവർക്ക് വളരെയധികം ലാഭം കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. പക്ഷേ ഇതിൽ ചില നാൽക്കാലികൾക്ക് രോഗം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ അത് യഥാസമയം ചികിത്സ ലഭിച്ചാൽ അതെല്ലാം ഭേദമാക്കി ലാഭത്തിലേക്ക് വരാൻ സാധിക്കും. അതുപോലെ തന്നെ അശ്രദ്ധ മൂലം ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പുണ്ണ്, ഒടിവ്, ചതവ് എന്നിവ മൂലം ദേഹത്തിന് കഷ്ടം വരാനുള്ളൊരു സാധ്യത ഈ മകര മാസത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക, വീഴാതെ. അടുത്ത കുംഭമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ധനലാഭം വളരെ പ്രതീക്ഷിക്കാം. അതുപോലെ നാൽക്കാലികൾക്ക് അസുഖം ഭേദമാവുകയും കഴിഞ്ഞ മാസത്തിൽ വന്ന അസുഖങ്ങൾ ഭേദമാവുകയും യഥോചിതം അവർക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവർക്ക് പറ്റിയ ഇണയെ കണ്ടുകിട്ടാനും കല്യാണ നിശ്ചയമോ കല്യാണമോ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വീട് വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വീടോ അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങാൻ സാധിക്കും. അതുകൂടാതെ തന്നെ വീട് വാങ്ങിയിട്ട്, പറമ്പ് വാങ്ങിയിട്ട് വീട് പണിയുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ ഒരു അവാർഡ്, ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ നിങ്ങൾക്ക് ഈ മാസം ലഭിച്ചേക്കാം. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നടന്നു കിട്ടാം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. അത് ചെറുതാണ്. പിന്നെ അശ്രദ്ധ കാണിക്കാതിരിക്കുക, ധനനഷ്ടം വരും. അതുപോലെ അന്യരുടെ പരിചയമില്ലാത്ത അന്യ ആൾക്കാരുടെ ചതിവ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ചതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയായിരിക്കുക. അതുപോലെ ഇനി പറയുന്നത് മീനമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അധികാരമുള്ള പദവി അതിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം, ഉദ്യോഗം ലഭിക്കാം, പ്രൊമോഷനാകാം, അല്ലെങ്കിൽ പുതുതായിട്ട് ജോലി ലഭിക്കുന്നതാകാം. അതുപോലെ ബഹുമതിയും മറ്റും ലഭിക്കും, ആദരവൊക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാം. അതായത് ഇപ്പോൾ പിന്നെ വലിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ചടങ്ങും ഒരു ആദരിക്കൽ ചടങ്ങൊക്കെ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മേലധികാരികളുടെ ഭീഷണി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടാം. ഏതെങ്കിലും തരത്തിൽ അധികാരികൾ നിങ്ങളുടെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ മാസം കുറഞ്ഞു കിട്ടും. എല്ലാ സുഖഭോഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണ്. പിന്നെ നാൽക്കാലികളിൽ നിന്നുള്ള ഗുണം കുറയാം, വരുമാനം ഈ മാസം കുറവായിരിക്കും. അതുപോലെ ദേഹത്തിന് നിങ്ങൾക്ക് ശക്തി കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇത് വരാം.
മാനസിക പ്രയാസം വരുന്നതിന് ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കർഷകർക്ക് നാണ്യവിള തോട്ടവിള കർഷകർക്കും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മേടമാസത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥാനക്കയറ്റം ലഭിക്കാം, അതായത് പ്രൊമോഷൻ ലഭിക്കാം, ധനലാഭം അതുവഴി ഉണ്ടാകാം. അതുപോലെ വിരുന്നു സൽക്കാരങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ നിങ്ങൾക്ക് അണിയുന്നതിനും എല്ലാം നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിക്കുന്നു. അവിടുന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത ഭാവി തന്നെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തുന്നതിനും അതൊരു പടിയാകാം. സർക്കാരിൽ നിന്നുള്ള ഉപദ്രവം കുറയാം. മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ, അത് ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും. അതുപോലെ ചില കാര്യങ്ങളിൽ തടസ്സം വരാം. അത് നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അത് കൃത്യമായി ഓരോ പേപ്പറുകൾ കയ്യിലുണ്ടോ എന്നൊക്കെ നോക്കി പരിശോധിച്ചിറങ്ങുക. അപ്പം അതെല്ലാം തടസ്സം മാറിക്കിട്ടും. എന്തെങ്കിലും രോഗത്തിൽ നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. പിന്നെ ഒരു ചെറിയ രോഗങ്ങളുണ്ടാകും, അലർജി സംബന്ധമായ രോഗങ്ങളും രക്തത്തിൽ ചില മിനറൽസിൻ്റെയൊക്കെ കുറവ് മൂലമുള്ള രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനസ്സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കാനും സാധിക്കുന്നു മേടമാസത്തിൽ. അടുത്ത ഇടവമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. മകരക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ഈ മാസം ഗുണഫലങ്ങൾ ഇത്തിരി കുറവായിട്ടാണ് കാണുന്നത്. ഗുണഫലങ്ങളുണ്ട്, എന്നാലും കുറച്ച് കുറയും. അകാരണമായ ഭയം, എന്തിനേയും ഭയക്കുന്ന ഒരവസ്ഥ വരാം, അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ദുർജനങ്ങളെ കൊണ്ട് ഉള്ള ഉപദ്രവങ്ങൾ കുറയാം. ചില രോഗങ്ങൾക്ക് നിങ്ങൾക്ക് ശമനം കിട്ടും. വഴക്കും ബഹളമെല്ലാം നിങ്ങൾക്ക് കുറയുന്നു. എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ അനുഭവിക്കാൻ ഒരു യോഗമില്ലാത്ത ഒരു അവസ്ഥ വരാം. ധനനാശം വരാതെ വളരെ ശ്രദ്ധിക്കുക. ശരീരത്തിന് ബലക്കുറവ് ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മിഥുനമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. മകരക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ഗുണം ഒക്കെ കുറച്ച് ഗുണം കുറയാം. അതായത് ശത്രുക്കളിൽ നിന്നും ദുഃഖം ഉണ്ടാകുന്നതൊക്കെ കുറഞ്ഞു കിട്ടും. അതുപോലെ സ്ഥാനമാനങ്ങൾ ലഭിക്കാം, അതായത് പ്രൊമോഷൻ ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാം. അതുപോലെ പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ചില ആണുങ്ങൾ നിമിത്തം സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില മനപ്രയാസങ്ങളും മാനഹാനിയൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം കുറച്ച് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ശരീരത്തിന് മിനറൽസിൻ്റെ കുറവ് മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അതുമൂലം ചില മാനസിക പ്രയാസങ്ങളുണ്ടാകാം. അടുത്തത് പറയാൻ പോണ കർക്കിടക മാസത്തെ ഫലങ്ങളാണ്. കാര്യങ്ങൾ എല്ലാം ഇറങ്ങിത്തിരിച്ചാലും കൃത്യമായി നടക്കും. അത് വിജയത്തിലേക്കും വരും. പല സൗഭാഗ്യങ്ങളും ഉണ്ടാകും. പ്രൊമോഷൻ ലഭിക്കും. ധനലാഭം പ്രതീക്ഷിക്കാം. ബുദ്ധി നേരായ വഴിക്ക് പ്രവർത്തിക്കാം. നമുക്ക് ചിന്തിച്ച് ആലോചിച്ചൊരു കാര്യം തീരുമാനത്തിലെത്താനും അത് സാധ്യമാകാനും സാധിക്കുന്നു. ഈ കർക്കിടക മാസത്തിൽ ഉദരവ്യാധികൾ ഉള്ളവർക്ക് അത് സുഖം ലഭിക്കും. കർക്കിടക മാസത്തിൽ അഗ്നിബാധ ഒരു തീ പിടിക്കാനിരുന്നത് അത് കുറച്ച് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാണ്ട് അത് ഒഴിവായി കിട്ടുന്നു ഭാഗ്യം കൊണ്ട്. ശത്രുഭയം കുറയുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാകാം, അതായത് ബലക്കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരാനുള്ളൊരു സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അടുത്ത് ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നും ഈ ചിങ്ങമാസത്തിൽ കാണുന്നില്ല. വലിയ ഗുണം ഒന്നും കാണുന്നില്ല. എന്നാലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കലഹം, ബഹളം എന്നിവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദേഹോപദ്രവം ഏൽക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം കുറയാനാണ് സാധ്യതയായിട്ടാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ദേഹത്തിന് ഇത്തിരി ശക്തിക്കുറവ് വരുന്നു. അതുപോലെ തന്നെ ഒരു തസ്കര ഭയം ഉണ്ടാകുന്നു. മോഷ്ടാക്കൾ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നു. രക്തത്തിൽ അണുബാധയുടെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനഹാനി വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് വേണ്ടി ചെയ്യേണ്ടത് ശത്രു സംഹാര പൂജകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതായത് ഭദ്രകാളി പൂജ, ശ്രീലക്ഷ്മി നരസിംഹമൂർത്തിയുടെ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ആശ്വാസങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുക്കളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരികയും അവർ വളരെയധികം സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സുഹൃത്തുക്കളും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. വാതരോഗത്തിലാൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഉപദ്രവം കുറയും. വാതരോഗത്തിൻ്റെ ഉപദ്രവം കുറയാം. കലഹവും അപമാനമൊക്കെ ഒരു ചെറിയ രീതിയിൽ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പല ആപത്തുകളും പല വ്യാധികളും വരുന്നതിനുള്ള സാധ്യതയുണ്ട്.
വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടേക്കാം, ശത്രുശല്യം ഉണ്ടാകാം. അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം കുറയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദേഹത്തിന് ചെറിയ ശക്തിക്കുറവും ഭംഗിക്കുറവും വരുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥ വരാം. നിങ്ങൾ ശരിക്കും ധന്വന്തരി ദേവനെ പൂജിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളെയൊക്കെ പൂജിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ, ലക്ഷ്മി നരസിംഹമൂർത്തിയൊക്കെ പൂജിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാവുന്നതാണ്. തുലാമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാം, ധനലാഭം ഉണ്ടാകാം. എങ്കിലും ചില മോശഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. ചില ആപത്തുകളൊക്കെ വരാം, ചില രോഗങ്ങൾ വരാം, മാനഹാനി വരുന്നതിനൊരു സാധ്യതയുണ്ട്. വീടിൻ്റെ പണി തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. കാരണം അത് ലോൺ സമയത്തിന് ബാങ്കുകൾ തരുന്നില്ല, അതും അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് വീടിൻ്റെ പണികൾ നിർത്തുന്നത്. അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം കുറഞ്ഞു വന്നിരുന്നത് ശകലത്തെ കൂടി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ പഠിപ്പ് കുറച്ച് തടസ്സം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പല ശുഭകർമ്മങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാം. അതുപോലെ വീട്ടിൽ ഐശ്വര്യവും എല്ലാം വരുന്നു. പല സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഒടിവ്, ചതവ്, മുറിവ് എന്നിവയാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപദ്രവങ്ങളൊക്കെ കുറഞ്ഞു കിട്ടി അതൊക്കെ മാറാം. പ്ലാസ്റ്റർ അതൊക്കെ ഇട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ അതെല്ലാം ഇന്ന് കട്ട് ചെയ്ത് മാറ്റി നിങ്ങൾക്ക് അതിൽ നിന്ന് സുഖം കിട്ടും. ശത്രുക്കൾ കരുതി കൂട്ടി ഒരു മാനഭംഗ ശ്രമം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അത് അത്ഭുതകരമായി നിങ്ങൾ അതിൽ നിന്ന് ദൈവകൃപയാൽ രക്ഷപ്പെടാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പരാതി കേസ്, പോലീസ് പരാതിയോ കോടതി കേസുകളൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. മനഃപൂർവ്വം ഒരു കെണിയിൽ ചെന്ന് ചാടാതിരിക്കുക, അതാണ് അതിൻ്റെ ഒരു രീതി. അതുപോലെ ധനുമാസത്തെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. വാക്കുകളുടെ മൃദുത്വം കൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ വശത്താക്കാനുള്ള സൗമ്യമായ സംഭാഷണം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം, നിങ്ങൾക്ക് വ്യാപാരികൾക്കാണെങ്കിൽ അതുപോലെ അവരെ കച്ചവടവും, ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് ബഹുമാനം കിട്ടുകയും നിങ്ങൾക്ക് അതുമൂലം ഒരു ആദരവ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഒരുവിധം എല്ലാം നടന്നു പോകുന്ന ഒരു സമയമാണ്. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. ബന്ധുക്കളുടെ സഹായ സഹകരണം ലഭിക്കുന്നു. അത് സൽക്കർമ്മങ്ങളായ ദാനം, ദയ മുതലായവ നിങ്ങൾ ചെയ്യുക. ഈശ്വര പൂജകളും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം ലഭിക്കുന്നു. അതുപോലെ പിന്നെ ചില ബന്ധുക്കൾ, നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ, രക്തബന്ധുക്കൾ ഒരാൾ മരിക്കേണ്ട ഒരു സാധ്യത ഈ ധനുമാസത്തിൽ കാണുന്നുണ്ട്. വ്യക്തിത്വ പ്രതിസന്ധി വന്നേക്കാം. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ആരെയും അമിതമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആരെയും ഏൽപ്പിക്കരുത്. നിങ്ങളെ കീഴുദ്യോഗസ്ഥനായിരുന്നാലും അങ്ങനെ മേലുദ്യോഗസ്ഥനായിരുന്നാലും അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നിങ്ങൾക്ക് ഒരു വർഷക്കാലം അങ്ങനെ സുഖമായിട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ വിവരിച്ചതെല്ലാം ഒരു സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അത് കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്ക് പൂജാപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.